ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പടരുന്നതാണ് റിപ്പോർട്ട്. അതിൻ്റെ മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജില്ലാതലത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു മന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അവിശ്വാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിലെ അംഗം പ്രതിപാദിക്കുന്നത് ശരിയല്ല. പക്ഷേ അത് പാർട്ടിക്കും മുന്നണിക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യം, കോർപ്പറേഷനിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ഗവൺമെൻറ് ഭയപ്പെടുന്നത് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയാണ്. വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത കാലവർഷം ഈ സമയത്ത് വന്നു എന്നാണ് പറയുന്നത്, ഇന്നോ നാളെയോ കാലവർഷം ശക്തമായിട്ട് വരും. അത് ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പടരുന്നതാണ് റിപ്പോർട്ട്. അതിൻ്റെ മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത് ഒന്നിച്ചു നിന്ന് ഇപ്പോഴത്തെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട നഗരസഭയ്ക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, മേയർ പോലും ഇപ്പോൾ ഒരു ചടങ്ങിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇത് ഗൗരവമായിട്ട് കാണണം. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ, ശരി തെറ്റുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവിശ്വാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അതൊക്കെ നഗരസഭയിലെ പാർലമെൻ്ററി പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ യോഗം ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു. അതിന് കോർഡിനേറ്റ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ചെയർമാനാണ്. പക്ഷേ അതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ ശബരിയോട് അഭിപ്രായം പറയാൻ ഞാൻ പറഞ്ഞു. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ മാലിന്യം നീക്കം ചെയ്യൽ ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. ഞാനത് മേയറോടും ഞാൻ സംസാരിച്ചു, കളക്ടറോടും ഞാൻ സംസാരിച്ചു. അക്കാര്യത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല.